അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് പ്രതിനിധി രാജു പി നായർ, BJP പ്രതിനിധി TP സിന്ധുമോൾ എന്നിവരാണ്. ഞാൻ ആദ്യം രാജു പി നായരിലേക്ക് പോകുന്നു. ശ്രീ രാജു പി നായർ, ഇന്നും CPM ആവർത്തിക്കുന്നത് പാലക്കാട് നിങ്ങൾ നേടിയിരിക്കുന്ന വിജയം SDP-യും ജമാഅത്തെയും കൂട്ടുപിടിച്ചാണ്, വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് നേടിയ വിജയം എന്നാണ് CPM പാലക്കാട്ടെ UDF-ന്റെ വിജയത്തെ കാണാൻ ശ്രമിക്കുന്നത്. 12,000 വോട്ട് വർദ്ധിച്ചതോ BJP-യുടെ വോട്ട് 50,000-ൽ നിന്ന് 39,000 കുറയ്ക്കാൻ കഴിഞ്ഞതോ ഒന്നും CPM കണക്കിലാക്കുന്നതേയില്ല. ഇനി വരുന്ന ദിവസങ്ങളിലുമുള്ള നരേറ്റീവ് അതുതന്നെയായിരിക്കും. ശ്രീ രാജു പി നായർ. അരുൺ, അത് പറയുന്നതിന് മുമ്പ് അരുൺ ആദ്യം തന്നെ ഇന്നലെ നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണം പറയുന്നുണ്ടായി. അതിന് ഞാൻ ചർച്ചയിലിരിക്കുമ്പോൾ മറുപടി പറയാതെ പോകാൻ കഴിയില്ല. പക്ഷെ ആ മറുപടി പറയുമ്പോൾ അരുൺ ഉന്നയിച്ച CPM-ന്റെ ചോദ്യത്തിലൂടെയുള്ള മറുപടിയാവും. ഇന്നലെ വസ്തുതാവിരുദ്ധമായിട്ടും ഇത്തരത്തിൽ CPM ഇപ്പോൾ അരുൺ പറഞ്ഞ ഒരു കണ്ടല്ലോ CPM-ന്റെ ലൈൻ, ആ CPM-ന്റെ ലൈൻ റോഷിപാൽ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നലെ മാധ്യമവിഭാഗത്തിന് അത്തരത്തിലുള്ള നിലപാടെടുക്കേണ്ടി വന്നത്. തെറ്റായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ആ തെറ്റായ കാര്യങ്ങൾ അത് SDP-യോടൊപ്പം ചേർന്ന് ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്ന് വരെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഉള്ള പ്രതിഷേധമാണ് ഞങ്ങൾക്ക് അറിയിക്കേണ്ടി വന്നത്. ഞങ്ങൾ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിൻ്റെ വക്താക്കളാണ് ആ പ്രതിഷേധം അറിയിച്ചത്. അത് ഇതിനു മുമ്പും ഇത്തരത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ചില സമീപനങ്ങൾ ഉണ്ടായപ്പോൾ അരുൺ ഓർമ്മയുണ്ടല്ലോ, നമ്മളതിനകത്തൊരു ബഹിഷ്കരണത്തിലേക്ക് പോകേണ്ടി വന്നു. അവസാനം അതിനുള്ള ഖേദപ്രകടനം പോലും എയർ ചെയ്യേണ്ടി വന്നത്, വായിക്കേണ്ടി വന്നത് ദൗർഭാഗ്യവശാൽ അരുണിന് തന്നെയാണ് എന്നതും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഒരു ബയസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വരുമ്പോൾ അരുൺകുമാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വീഡിയോ അരുൺകുമാറിന് ഞാൻ അയച്ചേണ്ടി വരും. നിങ്ങളുടെ മാധ്യമപ്രവർത്തനവുമായിട്ട് ബന്ധമില്ലാത്ത മാധ്യമ സ്ഥാപനം ഓൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മാത്രം പേരിൽ എഡിറ്റേഴ്സ് അവറിൽ വന്നിരുന്നിട്ട് നിങ്ങളുടെ മുതലാളി വന്നിരുന്ന വയനാട് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ വിമർശിക്കാൻ പാടില്ലൊന്നുമില്ല. രാജു പി നായർ, നമ്മൾ അതിലേക്ക് ചർച്ച പോയാൽ എനിക്ക് മറ്റു ചർച്ചകളെ അതിഥികളെയും പിരിച്ചുവിട്ട് നമ്മൾ തമ്മിലുള്ള ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ല. ശ്രീ രാജു പി നായർ, അങ്ങേക്ക് ആ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ശരി, ശ്രീ അരുൺകുമാർ ഖേദപ്രകടനം നടത്തിയിട്ടില്ല എന്ന് അരുൺ പറയാൻ സാധിക്കും. ഏതിലാണ് ഞാൻ ഖേദപ്രകടനം നടത്തിയത്? കേരളത്തിലെ ഇന്ത്യയും ഏതെങ്കിലും ഒരു പൗരന് രാഹുൽ ഗാന്ധി ഏർപ്പെടുത്തിയതും അതിനുശേഷം ബഹിഷ്കരണം പിൻവലിക്കുന്നത് അരുൺ നടത്തിയ ഖേദപ്രകടനത്തിലൂടെയാണ്. അരുൺ അത് നിഷേധിക്കാൻ സാധിക്കും. നോക്കൂ, ഇവിടെ എന്താണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? നിസാർ കുംബ്ല, എൻ്റെ കയ്യിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. നിസാർ കുംബ്ലയുടെ മെസ്സേജ് ഞാൻ വായിക്കാം. SDP-യുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ UDF-ന് കഴിയില്ല. കൈപ്പാങ്ങിന് തീർത്തിയാൽ തീർത്തേക്കണം കൊങ്ങികളെ. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കമാണ് അതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. SDP-യുമായുള്ള വോട്ട് ബന്ധത്തെക്കുറിച്ചോ SDP ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലൊരു മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ കഴിയില്ലേ ശ്രീ രാജു പി നായർ? അല്ല, അവിടെ കോൺഗ്രസും SDP-യും തമ്മിൽ ഒരുമിച്ചാണെന്നുള്ളത്. പിന്നെ റോഷിപാൽ പറഞ്ഞു എന്താ, SDP-യുടെയും ജമാഅത്തെയുടെയും പിന്തുണയില്ലാതെ കോൺഗ്രസിന് പാലക്കാട് പച്ച തൊടാൻ കഴിയില്ല എന്നാണ്. ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞല്ലോ EP ജയരാജന്റെയും പിണറായി വിജയന്റെയും വർഗീയത റോഷിപ്പാലിന്റെ നാക്കിലൂടെ പുറത്തു വന്നാൽ അത് രാഷ്ട്രീയമാണ് പറയണമെങ്കിൽ ആ രാഷ്ട്രീയമായിട്ട് തന്നെ തിരിച്ചു പറയും. നിങ്ങളുടെ ഫ്ലോറിൽ വന്നിരുന്നുകൊണ്ട് ആ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യും. ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് CA2-ന്റെ മാർച്ച് വിട്ട പോലെയൊന്നും ഞങ്ങൾ അയക്കില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും. നിങ്ങൾ ജനാധിപത്യപരമല്ലാത്ത മാധ്യമപ്രവർത്തനത്തിൽ നിരക്കാത്ത ഇത്തരം നിലപാടെടുത്തപ്പോൾ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു നിമിഷം രാജു പി നായർ, ഉത്തരം പറയൂ. ഈ SDP-യുടെ വോട്ട് UDF സ്വീകരിക്കുന്നുണ്ടോ? SDP-യുടെ പിന്തുണ UDF സ്വീകരിക്കുന്നുണ്ടോ, കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എത്ര തവണയാണ് നമ്മൾ ചോദിച്ചത്? നിങ്ങളൊരു മറുപടി പറഞ്ഞോ. SDP-യുടെ പേര് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്താ അരുൺകുമാർ PDP CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഈ ചോദ്യം ചോദിക്കാഞ്ഞത്? നോക്കൂ,
നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ പറയുക. ജമാഅത്തെ ഇസ്ലാമി പിണറായി വിജയനുമായി 1990-കളിൽ CPM-മായി ബന്ധം കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉന്നയിക്കാം, അത് നമ്മൾ ചോദിക്കും. SDP ആണ് ഇവിടെ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്, ജമാഅത്തെയാണ് പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ചേലക്കരയിൽ SDP-യുടെ പിന്തുണ PV അൻവറിനായിരുന്നു. പാലക്കാട് പിന്തുണ മാത്രമല്ല, 7ാം റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴേക്കും SDP-യുടെ ആഹ്ലാദ പ്രകടനം നിങ്ങൾ കണ്ടതല്ലേ? അത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു പ്രവർത്തകനെ കൈപ്പാങ്ങിൽ കിട്ടിയാൽ തീർത്ത് കളയണമെന്ന് പറയുന്ന ജനാധിപത്യ ബോധം കോൺഗ്രസിന് എവിടെ നിന്ന് കിട്ടി? അല്ലല്ല, ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് എന്നുള്ള നിലയിലാണ്. അതെ, നിങ്ങൾ CPM-ന്റെ നാവായിട്ട് വസ്തുതകൾക്ക് വിരുദ്ധമായിട്ട് റിപ്പോർട്ട് ചെയ്താൽ, CPM-ന്റെ രാഷ്ട്രീയം നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ പറയാൻ തുടങ്ങിയാൽ, ഞങ്ങൾ CPM-നെ കൈകാര്യം ചെയ്യുന്ന പോലെ മാധ്യമത്തെ കൈകാര്യം ചെയ്യും. കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയുമെന്നത് കോൺഗ്രസിന്റെ നിലപാടാണോ രാജു പി നായർ? കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയുമെന്നത് കോൺഗ്രസിന്റെ നിലപാടാണോ? കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയുമെന്നുള്ള SDP നിലപാട് കോൺഗ്രസ് നിലപാടാണോ രാജു പി നായർ? അരുൺ, ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് എന്ന രീതിയിൽ പാർട്ടിയുടെ നിലപാടാണ്. ആ നിലപാടാണ് എനിക്ക് അറിയേണ്ടത്. കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയണം എന്ന നിലപാട് കോൺഗ്രസിന്റെ നിലപാടാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. അല്ല, അങ്ങനെയാണെങ്കിൽ CPM-ന്റെ സൈബർ പോരാളികൾ പറയുന്നതിനെല്ലാം CPM ഔദ്യോഗികമായിട്ട് വക്താക്കൾ വന്ന് മറുപടി പറയട്ടെ. ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ല. താങ്കളാണ് ഈ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം തരണം. ഞാൻ ഈ ചർച്ചയ്ക്ക് താങ്കളെ ക്ഷണിച്ചതല്ല. ഞാൻ CPM-ന്റെ ആരോപണം, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം ചോദിച്ചപ്പോൾ താങ്കൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് നിങ്ങളുടെ മുതിർന്ന നേതാവടക്കം, പേര് പറയണമെങ്കിൽ ഞാൻ പേര് പറയാം, നിങ്ങളുടെ മുതിർന്ന നേതാവടക്കം പിന്തുണ പ്രഖ്യാപിച്ച, കേൾക്കൂ, എങ്കിൽ എന്റെ ചോദ്യത്തിന് മറുപടി നൽകൂ. ആ മറുപടി, നിങ്ങളുടെ മുതിർന്ന കോൺഗ്രസ് നേതാവടക്കം തമ്പ് ഇംപ്രഷൻ ഇട്ട് പിന്തുണ പ്രഖ്യാപിച്ച കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളഞ്ഞേക്കണം എന്ന നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അരുൺകുമാറെ, ഞാൻ അതല്ലല്ലോ, ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണല്ലോ. നിങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് SDP-യുടെ നിലപാടുമായി സാമ്യമുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട്, ഒരു മിനിറ്റ് അരുൺ, ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് നിങ്ങളുടെ ഫ്ലോറിൽ വന്നിരുന്ന് നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് പറയുന്നത്. നിങ്ങൾ റിപ്പോർട്ടിംഗ് ആണെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കില്ല. ഞങ്ങൾക്കെതിരെ എത്ര റിപ്പോർട്ട് ചെയ്യുന്നു, എത്രയോ റിപ്പോർട്ടിംഗ് നിങ്ങൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ റിപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതിനെ CPM-ന്റെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന പോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അത് ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ നിങ്ങൾ രാഷ്ട്രീയ വിമർശനം നടത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ രാഷ്ട്രീയ വിമർശനം നടത്തുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ആരോഗ്യകരമായ സംവാദമായിട്ട് മനസ്സിലാക്കുന്ന മെച്യൂരിറ്റി റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകർക്കും എഡിറ്റോറിയൽ അംഗങ്ങൾക്കുമുണ്ട്. പക്ഷേ കൈപ്പാങ്ങിന് കിട്ടിയാൽ തീർത്ത് കളയണം എന്ന് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനെ കുറിച്ച് നിങ്ങളുടെ കോൺഗ്രസ് അനുകൂല സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണ്. ഇന്നലെ ജ്യോതികുമാർ ചാമക്കലയും കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് പറഞ്ഞു. ഞാനതല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയുകയാണ്, ഞാൻ അതാ പറയുന്നത്, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് നിങ്ങൾ നടത്തിയാൽ ഞങ്ങൾ കൈരളി ന്യൂസിന്റെ ആൾക്കാരെയൊക്കെ കൈകാര്യം ചെയ്യണ പോലെ നിങ്ങളെ കൈകാര്യം ചെയ്യും. ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാറിയാം. ആയതുകൊണ്ടാണോ ഏതോ ഒരു കോൺഗ്രസിന്റെ അല്ലല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു വാദം ദുർബലമാണെന്ന് തോന്നുന്നുകൊണ്ടാണോ അങ്ങനെ അങ്ങ് അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്? Debate with Dr. Arun Kumar.